ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ഫസ്റ്റ് ടൈം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 3ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടിസ്ഥാന പാഠാവലിയുടെ മുമ്പേ 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആൻസർ സഹിതമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അതേപോലെ തന്നെ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സോഷ്യൽ സയൻസ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. 7ാം ക്ലാസ്സിലെ പുതിയ സിലബസാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റും മാത്സ്, സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, കേരള പാഠാവലി, അടിസ്ഥാനപ്പെട്ട തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് അനാലിസിസ് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ചാനലിൽ നിങ്ങൾക്ക് കാണാം. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതേപോലെ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് അറിയാം, മുൻകാല വർഷ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്. 6 ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക. അതിൽ നമ്മൾ 5 ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ആക്ടിവിറ്റി നമുക്ക് ഓപ്ഷനായിട്ട് എടുക്കാം. അറിയാവുന്ന 5 ആക്ടിവിറ്റീസ് ചെയ്യാം. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി കോംപ്രിഹെൻഷനാണ്. ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരം അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പാസേജ് നല്ലവണ്ണം വായിക്കാതെ ഭാഷയിൽ, അതായത് ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഹിന്ദി ആയാലും അങ്ങനെ തന്നെയാണ് ചോദ്യം. ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം നിർബന്ധമാണ്. അത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് 5 മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത് ആരും മിസ്സാക്കരുത്. നല്ലവണ്ണം വായിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം ഒന്ന് നോക്കാം, വായിക്കാം, എഴുതാം. വയനാട്ടിൽ വിത്ത് പാകുന്നത് 2 സമയത്താണ്. പൊടിനാറെന്നും ചെളിനാറെന്നും പറയും. വിത്ത് പാകാൻ സമയമാകുമ്പോഴാണ് സൂക്ഷിച്ചു വെച്ച വിത്ത് പുറത്തെടുക്കുന്നത്. മേടമാസത്തിൽ ആദ്യം മഴ പെയ്തു കഴിയുമ്പോഴാണ് വിത്ത് പാകി തുടങ്ങുന്നത്. ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളാണ് എടുക്കുന്നത്, അതായത് 7 മാസം 10 മാസം മുമ്പുള്ള വിത്തുകൾ. ഈ വിത്തുകൾ ഇടവപ്പാതി ആകുമ്പോഴേക്കും പറിച്ചു നടാൻ പാകമാകും. പിന്നീട് മൂപ്പനുസരിച്ച് ഓരോ വിത്തുകളും അതിൻ്റെ കണക്ക് നോക്കി പാകുകയും പറിച്ചു നടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് പാസേജ്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ഈ ഖണ്ഡികയെ സൂചിപ്പിക്കുന്ന പ്രധാന കാര്യം എന്താണ്? കള പറിക്കുന്നത്, വിളവെടുക്കുന്നത്, വിത്ത് പാകുന്നത്. അപ്പോൾ നമുക്കിത് വായിച്ചാൽ മനസ്സിലാകും. വയനാട്ടിൽ വിത്ത് പാകുന്നത്, അല്ലേ, വിത്ത് പാകുന്നത് സംബന്ധിച്ചിട്ടുള്ളൊരു ഖണ്ഡികയാണ്. അപ്പോൾ നമുക്ക് ഉത്തരം എന്തെഴുതാം? വിത്ത് പാകുന്നത്. 3ാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി അടുത്തത്, വിത്ത് പാകി തുടങ്ങുന്നത് എപ്പോഴാണ്? വിത്ത് പുറത്തെടുക്കുമ്പോൾ, മേടത്തിൽ ആദ്യം മഴ പെയ്യുമ്പോൾ, മഴക്കാലം കഴിയുമ്പോൾ. അപ്പോൾ ഇവിടെ എന്താണ്? മേടമാസത്തിൽ ആദ്യം മഴ പെയ്ത് കഴിയുമ്പോഴാണ് വിത്ത് പാകി തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? മേടത്തിൽ ആദ്യം മഴ പെയ്തപ്പോൾ. 2ാമത്തെ ഓപ്ഷനാണ് ശരി. ആദ്യം പാകുന്നത് ഏത് തരം വിത്തുകളാണ്? ഉണക്കി പാകമായവ, മൂപ്പ് കൂടിയവ, സൂക്ഷിച്ച് വെച്ചവ. അപ്പോൾ ഏതാണ്? നമ്മളിവിടെ വായിച്ചു അല്ലേ, മൂപ്പ് കൂടിയ വിത്തുകളാണ് എടുക്കുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? മൂപ്പ് കൂടിയവ. ഇനി സമയമാകുമ്പോൾ എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുക? സമയം ആകുമ്പോൾ, ആകുമ്പോൾ, സമയമാകുമ്പോൾ. അപ്പോൾ ശരിയായ ഉത്തരം ഫസ്റ്റ് ഓപ്ഷനാണ്, സമയം പ്ലസ് ആകുമ്പോൾ. ഇനി അടുത്ത ചോദ്യം, ഇടവപ്പാതിയിൽ ഏതുതരം വിത്തുകളാണ് പതിച്ചു നടുക? പൊടിനാറ്, 8 മാസം 10 മാസം മൂപ്പെത്തിയ വിത്തുകൾ, മൂപ്പെത്താത്ത നാറുകൾ. അപ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരം എന്താണ്? 8 മാസം 10 മാസം മൂപ്പെത്തിയ വിത്തുകൾ. അപ്പോൾ 5 ചോദ്യങ്ങളാണ്. 5 ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എഴുതി. അപ്പോൾ 5 മാർക്ക് നമുക്ക് കിട്ടും. ഇനി അടുത്ത പ്രവർത്തനം പഴഞ്ചൊൽ വ്യാഖ്യാനമാണ്. അധികം വിളഞ്ഞാൽ വിത്തിനാക എന്നൊരു ചൊല്ലുണ്ട്. ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും 2 പഴഞ്ചൊല്ല് കണ്ടെത്തി വ്യാഖ്യാനിക്കുക. ഒരു ഉപചോദ്യമുണ്ട്. പീയൂഷം എന്ന പദത്തിൻ്റെ അർത്ഥം എഴുതുക. പീയൂഷം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അമൃത് എന്നാണ് അർത്ഥം. ഇനി ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം.
മണ്ണിനെ നിലമറിഞ്ഞ് വിത്തിടണം. മണ്ണിനെ അറിഞ്ഞ് അതിൻ്റെ പോരായ്മകളും ഗുണങ്ങളും തിരിച്ചറിഞ്ഞ് വിത്ത് നടണമെന്ന അർത്ഥം. നിലമറിഞ്ഞ് വിത്ത് ഇടണം, അതൊരു പഴഞ്ചൊല്ലാണ്. അപ്പം നിലത്തെ അറിഞ്ഞ്, അതായത് മണ്ണിനെ അറിഞ്ഞ് വിത്തിടണം. എന്ത് തരം മണ്ണാണ്, അല്ലെങ്കിൽ മണ്ണിൻ്റെ പോരായ്മ, അല്ലെങ്കിൽ മണ്ണിൻ്റെ ഗുണങ്ങൾ, ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വിത്ത് നടണം എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ വിത്ത് വളർന്നാലും അതിൻ്റെ മേന്മയനുസരിച്ചിട്ടുള്ള വിളവ് കിട്ടില്ല. മനുഷ്യൻ്റെ കാര്യത്തിലും പ്രസക്തമാണ് ഈ ചൊല്ല്. ഓരോ മനുഷ്യൻ്റെയും കഴിവുകൾ മനസ്സിലാക്കി അതിനനുയോജ്യമായ സാഹചര്യം നൽകുകയാണ് വേണ്ടത്. ഇനി അടുത്തത്, വിള പുറത്തിട്ട് വേലി കെട്ടരുത്. എന്താണ്? വിളയെ പുറത്തു നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനാണ് നമ്മൾ വേലി കെട്ടുന്നത്. എന്നാൽ വേലി കെട്ടുന്നത് വിളയെ പുറത്താക്കിയിട്ടാണെങ്കിൽ ആ വേലി കൊണ്ട് പ്രയോജനമില്ല. അതായത് പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് എന്നർത്ഥം. അപ്പം വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന് പറഞ്ഞാൽ വിള എന്ന് പറഞ്ഞതാണ് അതിലെ പ്രധാന സംഭവം. അതിനെ തള്ളിക്കളഞ്ഞ് വേലി കെട്ടരുത്, പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് എന്നാണ് അർത്ഥം. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. മഞ്ജുളമി കലാസൃഷ്ടിക്കു മുമ്പിലായി അർപ്പിക്കുക. കൃഷി എങ്ങനെയാണ് ഒരു കലാസൃഷ്ടിയാകുന്നത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഏതൊരു കലയെയും പോലെ മനോഹരമായ ഒന്നാണ് കൃഷി. ഏതൊരു കലയെയും പോലെ മനോഹരമായ ഒന്നാണ് കൃഷി. കർഷക സ്ത്രീകളുടെ ആ കലാസൃഷ്ടിക്ക് മുമ്പിലാണ് കവി കൈകൂപ്പി നിൽക്കുന്നത്. കർഷക സ്ത്രീകൾ കലാസൃഷ്ടിയിൽ ഏർപ്പെടുന്നത് ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടെയുമാണ്. വരിയും നിരയും ഒപ്പിച്ച് കൃഷിപ്പാട്ടിൻ്റെ താളത്തിൽ ഞാറ് നടന്ന അവരുടെ വൈഭവം കൊണ്ടു തന്നെ കൃഷി മികച്ച മനോഹരമായ കലാസൃഷ്ടിയായി മാറുന്നു. വയലിൽ നിരനിരയായി നീലക്കസവ് വിരിയിക്കുന്ന കലാകാരികളാണ് കർഷക സ്ത്രീകൾ എന്നാണ് കവി അവരുടെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നത്. ചേറിൽ പണിയെടുക്കുന്ന അവരുടെ വിരലുകളാണ് നാട്ടിൽ നന്മകൾ നെയ്തെടുക്കുന്നതെന്നും കവി പറയുന്നു. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണ്. എന്താണ് ചോദ്യം? കാർഷികോത്സവവും നാട്ടുത്സവവും ജനമൈത്രി നിലനിർത്താൻ സഹായിക്കുന്നത് എങ്ങനെ? പാഠഭാഗവും മറ്റു സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കി നോക്കാം. കേരളത്തിലെ എല്ലാ ഗ്രാമീണ ഉത്സവങ്ങളും നാട്ടുത്സവങ്ങളും ജനമൈത്രിയും സമത്വത്തിൻ്റെയും വർഗരഹിത സാമൂഹിക സ്വഭാവത്തിൻ്റെയും പ്രതീകങ്ങളായ ഉത്സവങ്ങളാണ്. പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചതായിരുന്നതാണെങ്കിലും ഇന്ന് ജാതി മതഭേദമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുടെ ഉത്സവമാണ്. ഓണം, പുലികളി, കുമ്മാട്ടിക്കളി തുടങ്ങിയവയെല്ലാം നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന ആഘോഷങ്ങളാണ്. ജനമൈത്രിയും ഐക്യവും വിളിച്ചോതുന്ന ഇത്തരം നാട്ടുത്സവങ്ങൾ എല്ലാ അതിർവരമ്പുകളും ഇല്ലാതാക്കുകയും നാം എല്ലാം ഒന്നാണ് എന്ന ബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ഗ്രാമീണ നിഷ്കളങ്കതയും സാംസ്കാരിക തനിമയുമുള്ള ഇത്തരം നാടോടിക്കലകൾ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. CR രാജഗോപാലൻ 1957-2022. ഫോക്ലോർ ഗവേഷകനും എഴുത്തുകാരനും അധ്യാപകൻ. ഗോത്രകലാവിടവുകൾ, ദേശസൗന്ദര്യബോധം, മുടിയേറ്റ്, നാടോടി നേരരങ്ങ്, കാവേറ്റം. കേരള ഫോക്ലോർ അക്കാദമി, കേരള സംഗീത അക്കാദമി അവാർഡ്. അപ്പോൾ ചില ക്ലൂസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ യോജിപ്പിച്ച് ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കണം. ഇനി അടുത്തത് പദച്ചേരുവകൾ എഴുതൂ. കൃത്യം ആയിരുന്നില്ല, വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൃത്യം ആയിരുന്നില്ല ഈ രണ്ട് വാക്കുകൾ യോജിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും എഴുതുക? കൃത്യമായിരുന്നില്ല എങ്ങനെ എഴുതും? കൃത്യമാ, ഉമ്മും ആയി യോജിപ്പിച്ച് മാ ആവും. കൃത്യമായിരുന്നില്ല. പിന്നെ ബാക്കിയൊക്കെ അതേപോലെ തന്നെ. ഇനി വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ എള്ളും ഊയും യോജിച്ച് എന്താണെന്നുള്ളൂ എന്നായി മാറുന്നു. അത് നമുക്ക് എങ്ങനെ എഴുതാം? വ്യത്യാസങ്ങളു
ഉണ്ടാവുമ്പോൾ. ബാക്കിയൊക്കെ അതേപോലെ തന്നെ. ഇനി നമുക്ക് ജീവചരിത്രക്കുറിപ്പ് ഒന്ന് നോക്കാം. CR രാജഗോപാലൻ ജനിച്ച വർഷവും മരണവർഷവും ഇങ്ങനെ എഴുതുക ഹെഡിങ് പോലെ. അധ്യാപകൻ, ഫോക്ലോർ ചിന്തകൻ, എഴുത്തുകാരൻ, സംഘാടകൻ എന്നീ പ്രവർത്തന മേഖലയിലൂടെ ഫോക്ലോർ പ്രചാരണത്തിനായി ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ CR രാജഗോപാലൻ. നാടൻ കലാരൂപങ്ങൾ കണ്ടെത്താനും അവയെക്കുറിച്ച് പഠിക്കാനും പ്രചരിപ്പിക്കാനും പ്രയത്നിച്ച അദ്ദേഹം സാമൂഹിക പ്രവർത്തകനും ഗവേഷകനും തൃശ്ശൂർ നാട്ടറിവ് പഠന കേന്ദ്രത്തിൻ്റെ അമരക്കാരനും ആയിരുന്നു. തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായും കേരള സർവകലാശാലയിൽ പ്രൊഫസറായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള ഫോക്ലോർ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾക്ക് രാജഗോപാൽ അർഹനായി. കോഴിക്കോട് സർവകലാശാല സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഗവേഷണ ബിരുദം നേടിയ CR രാജഗോപാലൻ നാട്ടറിവ് പഠനത്തിൽ നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. കൃതികളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗോത്ര കലാ വിടവുകൾ, ദേശീയ സൗന്ദര്യ ബോധം, മുടിയേറ്റ്, നാടോടി അരങ്ങ്, കാവേറ്റ് തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. നാട്ടിലെ പ്രായം ചെന്ന കൃഷിമുത്തച്ഛനെ കാണാനും വിവിധ കൃഷിരീതികൾ, പണ്ടത്തെ വിത്തിനങ്ങൾ, കൃഷി ഉപകരണങ്ങൾ, വിത്തു സംരക്ഷണം എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാനുമായി ഒരു യാത്ര നടത്താൻ മലയാളം ക്ലബ്ബ് തീരുമാനിച്ചു. അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഓരോരുത്തരും 10 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ചോദ്യാവലി തയ്യാറാക്കി കരുതാൻ അധ്യാപിക ആവശ്യപ്പെട്ടു. നമുക്ക് ആ ചോദ്യാവലി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, താങ്കൾ എങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്? ഈ കരിയർ തുടങ്ങാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? ഒരു കർഷകൻ എന്ന നിലയിൽ താങ്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സമീപ വർഷങ്ങളിൽ താങ്കൾ കൃഷി ചെയ്യുന്ന രീതിയെ സാങ്കേതിക വിദ്യ എങ്ങനെ മാറ്റിമറിച്ചു? താങ്കൾ എന്ത് സുസ്ഥിര കൃഷി രീതികളാണ് ഉപയോഗിക്കുന്നത്? കാലാവസ്ഥയിലും വിപണി വിലയിലും ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? താങ്കൾ ഏത് വിളകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? താങ്കൾ അനുഭവിച്ച് പ്രത്യേകിച്ച് പ്രതിഫലദായകമോ വെല്ലുവിളി നിറഞ്ഞതോ ആയ ഒരു സീസണെ പറ്റി പറയാമോ? ഉപഭോക്താക്കൾക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും സുരക്ഷിതത്വവും എങ്ങനെ ഉറപ്പാക്കും? പ്രാദേശിക സമൂഹത്തിലോ സമ്പദ് വ്യവസ്ഥയിലോ എന്ത് പങ്കാണ് വഹിക്കുന്നത്? കൃഷിയിൽ ഒരു കരിയർ ആരംഭിക്കാൻ താല്പര്യമുള്ള ഒരാളോട് നിങ്ങൾക്ക് എന്ത് ഉപദേശം നൽകാം? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരുപാട് ചോദ്യോത്തര പ്രവർത്തനങ്ങൾ ഈ അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടാതെ എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാ പാഠഭാഗ പ്രവർത്തനങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ ഈ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പാഠഭാഗങ്ങൾ വിശദമായിട്ട് വായിക്കുക, അതിൻ്റെ പ്രവർത്തനങ്ങൾ വിശദമായിട്ട് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. നമുക്ക് അടിസ്ഥാന പാഠാവലിയിൽ വെറും 3 പാഠഭാഗങ്ങളേ ഉള്ളൂ. ഗ്രാമസ്ത്രീകൾ, കുമ്മാട്ടി, വിത്തെന്ന മഹാത്ഭുതം. ഇപ്പം കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടതും ഒന്ന് നാട്ടുത്സവത്തെ കുറിച്ചിട്ടുമായിട്ടുള്ള പാഠമാണ്. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒരു പ്രസംഗം, അതേപോലെ ചോദ്യാവലി, ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ കുമ്മാട്ടി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഉത്സവത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഒരു കാഴ്ച അനുഭവമോ അതെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.